നമ്മുടെ ഗീതാ ഗോവിന്ദം പുത്തൻ പ്രമോ ആക്കപ്പാട് നമ്മളായിട്ട് കുഴപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ അജാസാണ് നമ്മുടെ കിഷോറിനെ അവിടെ കുഴിച്ചിട്ടത് എന്നുള്ള ഒരു തെളിവായിട്ട് നമ്മുടെ അജാസ് ഇങ്ങനെ വലിക്കുന്ന ആ ഒരു ശ്വാസമുട്ടലേക്ക് വരുമ്പോൾ ആ അടിക്കുന്ന സ്പ്രേ നമ്മുടെ ഗീതുവിന് ആ ഒരു മണ്ണിൽ നിന്നും നമ്മുടെ ആ ഒരു ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്നും നമ്മുടെ ഗീതുവിന് കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഗീതുവിനെ ഓർക്കുന്നുണ്ട്, ഓ അജാസ് ഒരു ചതിയനാണല്ലേ, ഇത്ര നാളും പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ നമ്മുടെ ഗീതുവിന് ഉള്ളിൽ വിചാരിക്കുന്നുണ്ട്. ശരിക്കും അജാസ് എന്തിന് ഈ സത്യങ്ങൾ നമ്മുടെ ഗോവിന്ദിൽ നിന്നും ഗീതുവിൽ നിന്നും മറച്ചു വെച്ചു? പോരാത്തതിന് നമ്മുടെ ഭദ്രന്റെ ബോഡി കിടന്നിരുന്ന സ്ഥലത്താണ് നമ്മുടെ കിഷോറിന്റെ ബോഡി കിടക്കുന്നത്. അപ്പൊ ഭദ്രൻ എവിടെ പോയി? നമ്മുടെ അജാസിനെ അതറിയാൻ പാടുള്ളൂ. ഇനി അജാസിനെ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി അജാസിന്റെ ആ ഒരു സ്പ്രേ അടിക്കുന്ന ആ സ്പ്രേ അവിടെ കൊണ്ടുവന്ന് ആരെങ്കിലും ഇട്ടതാണോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ കുറ്റക്കാരനായിട്ട് നിൽക്കുന്ന നമ്മുടെ അജാസ് തന്നെയാണ്. അജാസ് ആണെങ്കിൽ നമ്മുടെ ഗീതുവിനെയും ഗോവിന്ദിനെയും എന്തിന് ഈ ചതി, അവരോട് ഈ ഒരു ചതി എന്തിനു ചെയ്തു? ഇത്ര നാളും ഭയങ്കര കാവലാളെ പോലെ കൂടെ നടന്നിട്ട് ഈ ഒരു കൊടും ചതി എന്തിനായിരുന്നു അല്ലെ പ്രേക്ഷകരിൽ? നമ്മുടെ അജാസ് ശരിക്കും ഇപ്പോഴും നമ്മുടെ രാധികാമ്മയുടെയും അനാർക്കലിയുടെയൊക്കെ ആള് തന്നെയാണോ? ഇപ്പോഴും ആ ഒരു മാറ്റവും ഇല്ലേ? എന്താണ് നമ്മുടെ അജാസിന്റെ യഥാർത്ഥ ലക്ഷ്യം? ഇനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദിന്റെ കയ്യിൽ നിന്നും ഭീഷണിപ്പെടുത്തി ആ ഒരു പണമൊക്കെ തട്ടി മാറ്റാനായിരിക്കുമോ ശ്രമം? ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റുകളും സസ്പെൻസുകളും തന്നെയാട്ടോ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ ഇനി വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണും. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.